ആദ്യത്തെ റിലീസിന് ഇതേ തിയേറ്ററിൽ നിന്ന് തന്നെയാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ അന്നത്തെ സാങ്കേതികവിദ്യയിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ 4K വന്നപ്പോൾ ഒന്ന് ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. പിന്നെ മറ്റൊരു പ്രധാന കാരണം മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ വ്യത്യസ്തമായ 3 കഥാപാത്രങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാം. നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ 3 വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ പുത്തൻ സാങ്കേതികവിദ്യ ഒന്നുകൂടെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. 2009 ഇവിടെ പണ്ട് 5 തിയേറ്റർ ആയിരുന്നു. അന്ന് കണ്ടതാണ്. അന്ന് കണ്ട ശേഷം ഇപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ പുതിയൊരു പടം റിലീസായ കണക്ക് ഒരു ഇത് അതെന്ന് വെച്ചാൽ സൗണ്ടും കാര്യങ്ങളും അതും ഇതുമെല്ലാം വളരെ ഗംഭീരമായിരിക്കുന്നു. കാരണം ഇനിയും കാണണം ഒരു ആഗ്രഹം. കാരണം വെച്ചാൽ അത് അത്രയ്ക്ക് സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ആയാലും കാര്യം നല്ല പുതിയ റിലീസായി കണ്ട കണക്കത്തൊരു ഫീലിംഗ്. അത് മമ്മൂക്കാരുടെ അഭിനയം സൗണ്ട് കാര്യങ്ങളെല്ലാം അത് ഒരു രക്ഷയില്ലാത്തത്. അത് തന്നെ നമ്മളെ വലിയേട്ട സിനിമ ഇതാകുന്നുണ്ട്. അത് ഇതിനേക്കാളും ഗംഭീരമായിട്ട് ഇതാണ്. രക്ഷയില്ല. മമ്മൂക്ക സിനിമ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. മമ്മൂക്കയുടെ പാലേരി മാണിക്യം എന്നുള്ള സിനിമ നേരത്തെ ക്ലിക്കായ ഒരു സിനിമയാണ്. അനവധി സംസ്ഥാന അവാർഡുകളും എല്ലാം നേടി വാരിക്കൂട്ടിയ ഒരു സിനിമയാണ്. എല്ലാവർക്കും, നായകനും നായികയ്ക്കും സംസ്ഥാന രഞ്ജിത്തിന് വരെ എല്ലാം റെഡിയാക്കി കൊടുത്ത ഒരു സിനിമയാണ്. നല്ലൊരു സിനിമ തന്നെയാണ്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തപ്പോൾ അത് വീണ്ടും അതിനേക്കാളും ക്വാളിറ്റിയായി. പടത്തിന് നല്ലൊരു ക്വാളിറ്റിയായി. പടം നല്ലൊരു സെറ്റപ്പാണ്. ഇതുപോലെ മമ്മൂക്കയുടെ ഓരോ സിനിമയും ഇതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇതുപോലെ ജോണി വാക്കർ, ധ്രുവം, കൗരവർ അങ്ങനത്തെ സിനിമകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒക്കെ ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയും കാര്യങ്ങളും എന്തോ അറിയില്ല. കാലാവസ്ഥയുടെ വിഷയമായിരിക്കും. ചിലപ്പം നമ്മളെല്ലാം നല്ല രീതിയിലാണ് മമ്മൂക്കയുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഏത് സിനിമ ക്ലാസിക് ആയാലും മാസ് ആയാലും എല്ലാം നല്ല രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ചെയ്യുന്നത് ഈ റിപ്പീറ്റ് ആയതുകൊണ്ട് ചിലപ്പം വേറെ ഒന്നുമില്ല, മഴ ക്ലൈമറ്റാണ് യഥാർത്ഥ വിഷയം. വേറെ കുഴപ്പമില്ല. ഇനി ആൾ കയറിക്കോളും. മമ്മൂക്ക പടം കാണാൻ ഞങ്ങൾക്ക് നല്ല വികാരമാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് മമ്മൂക്ക സിനിമ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നുമില്ല. മമ്മൂക്ക പടം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മളെപ്പോലെ ആൾക്കാർ ഇവിടെ പള്ളിക്കാരും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ജുമ മസ്ജിദ് അങ്ങനെ ലെവലുണ്ട്. വെള്ളിയാഴ്ചയാണ്. അത് 11:30 മണിക്കാണ് ഈ ഷോ ഇവിടെ തുടങ്ങിയത്. അതുകൊണ്ടാണ് ആൾ കുറഞ്ഞത്. മനസ്സിലാവും. അടുത്ത ഷോ മുതൽ ആൾക്കാർ കൂടുതലുണ്ടാകും. എന്ന് പറഞ്ഞാൽ പള്ളി ഇന്ന് ഉച്ചത്തെ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ കുറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത ഷോ മുതൽ ആൾക്കാർ കൂടി വന്നോളൂ. നല്ലതാണ്. നമ്മൾ ഒരുപാട് തവണ കണ്ട സിനിമയാണ്, ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ ഈ ഒരു ക്ലാരിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി രണ്ടാമത് വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ സൗണ്ട് ക്ലാരിറ്റി ഒക്കെ സൂപ്പർ. മമ്മൂക്കയുടെ പ്രത്യേകിച്ച് ഡയലോഗ് പ്രസന്റേഷനൊക്കെ ഭയങ്കര ക്ലാരിറ്റിയോടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റാണ്. ഓക്കെയല്ലേ? എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് പാലേരി മാണിക്യം, ധർമ്മദത്തൻ നമ്പൂതിരി. അപ്പോൾ അന്ന് തനിച്ച് പോയിട്ട് കണ്ട ഫിലിമാണ്. ഇപ്പോൾ ഫാമിലിയൊക്കെ വന്ന് കാണുന്നൊരു സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, മമ്മൂക്കയുടെ ഇത്രയും കാലത്തെ മമ്മൂക്കയുടെ കരിയർ ലൈഫ് നോക്കുമ്പോഴും ഈ 3 ക്യാരക്ടേഴ്സ് ഗംഭീരമായിട്ട് നിൽക്കുന്ന 3 കഥാപാത്രങ്ങൾ, അമരിക്കൻ കുന്നത്തും ഹരിദാസും പിന്നെ ഖാലിദും. അപ്പോൾ അത് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചുള്ള ശബ്ദ സംവിധാനത്തിലും ദൃശ്യ മികവോടും കൂടി കാണാൻ പറ്റുന്നതാണ് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോ തന്നെ വന്ന് കണ്ടത്. കുറച്ചുകൂടെ ആളുകൾ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇമ്പാക്റ്റ് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ച് പേരോട് ഇനി വരും. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ചവർ ഷെയർ ചെയ്യുമ്പോൾ ഇനി ആളുകൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗംഭീരം സൗണ്ട് സിസ്റ്റം 4K കാണാൻ ഒരു സുഖമുണ്ട്. ഞങ്ങൾ മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ മമ്മൂക്ക എന്ന ഞങ്ങളുടെ ജീവൻ എന്നും ഞങ്ങൾ മമ്മൂക്കയുടെ കൂടെ ഉണ്ടാവും. അത് കാണാൻ തന്നെയാണ് വന്നത്. സൗണ്ട് സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒരു സീൻ കൂടെ ബോറടിച്ചിട്ടില്ല. തീരുമായിട്ട് ഇനിയിപ്പം ഒരുപാട് പടം ഇങ്ങനെ വരുന്നുണ്ടെന്ന് കേട്ടു. വലിയായിട്ടുണ്ടെങ്കിൽ ഇനിയും വരുന്നുണ്ട്. നമ്മൾ കാണും. എപ്പോഴും മമ്മൂക്കയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഷുവറാണ്. കൊള്ളാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്നത്തെ ഉള്ളൊരു എഫക്റ്റ് ഇപ്പോൾ ഒന്നുകൂടി അറിയാൻ രീതിയിട്ടാണ്. കൊള്ളാം. നല്ല